മാസപ്പടി വിവാദത്തിൽ മാത്യു കുഴൽനാടനും ഗിരീഷ് ബാബുവും സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇപ്പം തള്ളിയിരിക്കുകയാണ്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. ഇത് പിണറായി വിജയനും മകൾക്കും ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയല്ലേ? ഒട്ടും ആശ്വാസകരമല്ല. അതുപോലെ തന്നെ മാത്യു കുഴൽനാടനും ആശ്വാസകരമല്ല. ഈ കേസ് എന്തിനാണ് തള്ളിയിരിക്കുന്നത്? കാരണം എന്താണ്? അതായത് ഈ പണം കൈപ്പറ്റി എന്നുള്ളതിൻ്റെ തെളിവില്ല. അദ്ദേഹം കുറച്ചുകൂടെ ഹോംവർക്ക് ചെയ്തിട്ട് വേണമായിരുന്നു സമർപ്പിക്കാൻ. അതേ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും തെളിവുമായിട്ട് വരികയാണെങ്കിൽ വീണ്ടും സമർപ്പിക്കാം, അപ്പോൾ പരിഗണിക്കാം. അപ്പോൾ ആ തെളിവിൻ്റെ കുറവ് മാത്രമാണ് ഇതിനുള്ളത്. ഈ തെളിവില്ലേ? ഉണ്ട്. ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? അതിനെക്കുറിച്ച് അന്വേഷിച്ച SFIO, ഇതിനെക്കുറിച്ച് ആദ്യം അന്വേഷിച്ച EDക്ക്, അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പ്രാഥമികമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിരിക്കുന്നു. അതായത് ഒരു പ്രത്യേക തുക വീണ വിജയൻ്റെ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നു. അതിൽ നികുതി അടച്ചിട്ടില്ല. അവരതാണ് ആദ്യം കണ്ടുപിടിച്ചത്. അപ്പോൾ നികുതി അടച്ച അവർ കമ്പനിക്കാർ പെട്ടെന്ന് തന്നെ അതങ്ങ് തീർപ്പാക്കി, തർക്കം ഉണ്ടാക്കാതെ. അതിൽ നിന്ന് ഞങ്ങൾക്ക് പ്രയോജനമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് കമ്പനി തന്നെ ആരോട് പറഞ്ഞു? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട്. അതിൻ്റെ അർത്ഥം എന്താ? പകൽ പോലെ വ്യക്തമല്ലേ? ഇതിനെന്താ തെളിവ് വേണ്ടത്? ഞങ്ങൾ വെറുതെ കൊടുത്തതാണ്. വെറുതെ കൊടുത്ത ആർക്കാണ്? വീണ വിജയൻ ആരാണ്? ഇവരുടെ സ്റ്റാഫാണോ? ഇവർക്ക് എന്തെങ്കിലും സേവനം ചെയ്ത ആളാണ്? പിന്നെന്താ വീണ വിജയനുള്ള പ്രത്യേകത? ഏത് കോമൺമാനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് കൊടുത്തു. സേവനമൊന്നും ഇവർ ചെയ്തിട്ടില്ല. ഇവരെ കൊണ്ടൊരു സേവനവും ചെയ്യാൻ കഴിയുകയുമില്ല. ഇത് അപ്പോൾ എന്തിനു വേണ്ടി കൊടുത്തു? മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാമോ? എന്തിനാ അങ്ങനെ കൊടുത്തത്? അപ്പോൾ ഇത് മുഖ്യമന്ത്രിക്ക് ഇത് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റും ഈ കമ്പനിക്ക് വേണ്ടി. ഈ കമ്പനി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആലപ്പുഴ തീരത്തെ കരിമണൽ ഖനനം പരിസ്ഥിതിക്കും നമ്മുടെ കേരള തീരത്തിനും എല്ലാം ആഘാതമുണ്ടാക്കുകയും കടലിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയും നമ്മുടെ ജീവിതത്തിനും ജീവനും തന്നെ ഭീഷണി ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ MP ഗോവിന്ദൻ പറഞ്ഞ പോലെ മൂർത്തമായ തെളിവുകൾ നമുക്ക് കിട്ടുകയില്ല. അമൂർത്തമായിട്ടുള്ള ഒരു സന്ദർഭമാണിത്. അവിടെ ആ കടൽ തീരത്തെയും കേരളത്തിൻ്റെ ജീവിതത്തെയും എല്ലാം മുൾമുനയിൽ നിർത്തുന്ന തരത്തിൽ ഖനനം നടത്തിക്കൊണ്ടേയിരുന്ന ഒരു കമ്പനിക്ക് വേണ്ടി എന്തോ സൗജന്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ എന്തോ ആവശ്യം അതെന്താണെന്നുള്ളത് വ്യക്തമായിട്ടില്ല എന്നുള്ളത് സത്യം തന്നെ. അതിൻ്റെ പേരിലുള്ളൊരു ഫേവറാണിത്. EDക്ക് അത് ചോദിക്കാൻ അധികാരമില്ല. EDക്ക് എവിടം വരെ അധികാരം? ഇതിന് നിങ്ങൾ നികുതി അടച്ചിട്ടുണ്ടോ? നികുതി അടച്ചു കഴിഞ്ഞപ്പോൾ ആ കാര്യം EDയുടെ കാര്യം ഒരു തീരുമാനമായി, തീർപ്പായേ. പിന്നെ അടുത്തത് വന്ന് SFIO, സീരിയസ് ഫ്രോഡ്സ് ഇൻ കമ്പനി. അതാണ് അവരുടെ ഓർഗനൈസേഷൻസ്. ഈ കമ്പനി എന്നൊക്കെ പറയുന്നത് ചുമ്മാതിപ്പോൾ രഞ്ജിനിയും ഞാനും കൂടെ ചേർന്നൊരു കമ്പനി അങ്ങ് ഉണ്ടാക്കാൻ, നമ്മൾ തമ്മിൽ കമ്പനി ആയിരിക്കും, പക്ഷേ നമ്മൾ തമ്മിൽ ചേർന്നൊരു കമ്പനി അങ്ങനെ അങ്ങ് ഉണ്ടാക്കാൻ പറ്റില്ല. ചില നിയമങ്ങളുണ്ട്. നിങ്ങൾ ചിലവാക്കുന്ന ഓരോ ചില്ലിക്കാശിനും അക്കൗണ്ടബിലിറ്റി അതുണ്ട്. അത് നിങ്ങൾ എന്തിനു വേണ്ടി ചിലവാക്കുന്നു? കമ്പനി എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ താല്പര്യമാണ്. രഞ്ജിനി അറിയാതെ ഞാൻ ചിലവാക്കിക്കൂടാ, ഞാൻ അറിയാതെ രഞ്ജിനിയും ചിലവാക്കിക്കൂടാ. അപ്പോൾ മ്യൂച്വലായിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഇതൊക്കെ പരിശോധിക്കുന്ന ആരാ? ഏതെങ്കിലും വ്യക്തിയല്ല, ഓഡിറ്ററാണ്. ഓഡിറ്റർ പരിശോധിച്ച റിപ്പോർട്ട് വേണം അതിന്. അത് സമർപ്പിക്കണം. കമ്പനിയിൽ ഒന്നിൽ കൂടുതൽ അംഗങ്ങൾ, രണ്ടിൽ കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇതിൻ്റെ കോപ്പി കൊടുക്കണം. അതാണ് ബോർഡ് മീറ്റിംഗ്, കമ്പനി മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നതും. അത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണമെന്ന് പോലും ഉണ്ട്. 10 പേര് അറിയണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വെച്ചിട്ടാണ്. എല്ലാ നിയമങ്ങളും അറിയുന്നില്ല, ഞാനതിലൊരു എക്സ്പേർട്ടല്ല. എങ്കിലും സാമാന്യമായിട്ട് ഈ നിയമങ്ങൾ പാലിക്കണം. ഇവിടെ കമ്പനിയുടെ ഏതാണ്ട് 1.72 കോടി എന്ന് പറയുന്ന തുക ഇങ്ങനെ വക മാറ്റി ചെലവഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പറയുന്ന വക മാറ്റി ചെലവഴിച്ചിട്ടുണ്ട്. കമ്പനിക്ക് ഒരു പ്രയോജനവും കിട്ടാത്ത ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചു. ഏതെങ്കിലും സാധനത്തിൻ്റെ ബില്ലടച്ചതല്ല, സൗജന്യമായിട്ട് ഓഫർ ചെയ്തു. കമ്പനിക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. കമ്പനി ഉടമയ്ക്ക് സ്വന്തമായിട്ട് ആസ്തി ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അതിന് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ അത് വേണമെങ്കിൽ കൈക്കൂലിയായിട്ടും ഒക്കെ ചെയ്യാം. അത് വേറൊരു കേസാണ്, ബ്രൈബറി കേസാണ്. അത് കേരള പോലീസിന് തന്നെ പിടിക്കാം, ക്രൈം ബ്രാഞ്ചിന് പിടിക്കാം. ഇത് അതിനപ്പുറം പോയി കമ്പനി ചെയ്തിരിക്കുന്ന ഒരു ഫ്രോഡാണ്. ഫ്രോഡെന്ന് പറഞ്ഞാൽ കള്ളത്തരമാണല്ലോ. അപ്പോൾ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന കമ്പനി വരണമെങ്കിൽ തന്നെ പ്രൈമ ഫേസിയ ഇതിന് കേസുണ്ടായിരിക്കും. പ്രഥമ ദൃഷ്ടിയ അതുണ്ട് എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത ഈ കമ്പനിക്കാർ ഞങ്ങൾക്കെതിരെ കേസ് അത് അനാവശ്യമാണെന്ന് പറഞ്ഞ് കോടതിക്ക്. അപ്പോൾ കോടതി ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ കേസ് അനാവശ്യമായിട്ട് എടുക്കുന്നത്? സകലമാന തെളിവുകളും അക്കമിട്ട് നിരത്തി SFIO
ഇവിടുത്തെ കോടതിയിലൊന്നും അല്ല, അങ്ങേയറ്റത്തെ കോടതി സുപ്രീം കോടതി സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഹൈക്കോടതിയിൽ വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഒന്നും ആവശ്യമുണ്ടോ ഇനി ആവശ്യമുണ്ടോ? എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നിശ്ചയം ആവശ്യമുണ്ടോ? അങ്ങനെയല്ലല്ലോ നടത്തുന്നത്. കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഒരു വിവാഹ നിശ്ചയം നടത്താം, അങ്ങനെ ആരും ചെയ്യാറില്ലല്ലോ. അതുപോലൊരു കാര്യമുള്ളൂ ഈ വിജിലൻസ് അന്വേഷണം. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. അത് അവരുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. ആ സാധനം പോയി കഴിഞ്ഞ് എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട്. ഇനി എന്നാണ് ഒരു അറസ്റ്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റഡിയിലെടുത്ത് കഴിഞ്ഞു, ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ചെന്നൈ വെച്ചായിരുന്നു, നമ്മളാരും അറിഞ്ഞില്ല. ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രൊഫഷണലായിട്ട്, അതാണ് മോദി ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത, പ്രൊഫഷണലായിട്ട് തന്നെ കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ. മിക്ക വാർത്താ മാധ്യമങ്ങൾ, ദേശാഭിമാനി ഉൾപ്പെടെയുള്ള വലിയ മാധ്യമങ്ങൾ ആശ്വാസപരമായി പിണറായി വിജയൻ തെറ്റ് ചെയ്തിട്ടില്ല, മകൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ വാർത്ത വരുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. ഇതിന്റെ കേസിന്റെ പാവങ്ങളെ പറ്റിക്കുക, എമ്പുരാൻ പറ്റിച്ചതുപോലെ, എമ്പുരാൻ സിനിമ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചതുപോലെ ജനങ്ങളെ കള്ള വാർത്തകൾ നൽകി പറ്റിക്കുകയാണ്. പാർട്ടിയുടെ അണികളുടെ വീര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് കള്ളത്തരമാണ്, ഫ്രോഡാണ്. ആ വാർത്തയും ഫ്രോഡാണ്. ഇതിൻ്റെ എല്ലാ ഉരുപ്പടികളും അവിടെ റെഡി ആയിട്ടിരിക്കുകയാണെന്നേ. ബാക്കി നമുക്കറിയില്ല. അതിൻ്റെ സമയമെടുത്താണ് അവർ തീരുമാനം എടുക്കുന്നത്. SFIയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്നും പറയില്ല. പത്രക്കാരനും ചോർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരത്തിലൊരു വിജിലൻസ് അന്വേഷണം ഇപ്പോൾ ആവശ്യപ്പെടേണ്ടുന്നതായിട്ടുള്ള കാര്യമുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു ആക്ടിവിസ്റ്റാണ്. ഇങ്ങനെ എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കാൻ ഈ ആക്ടിവിസ്റ്റുകൾക്ക് കണ്ടില്ലേ, പ്രശാന്ത് ഭൂഷൺ എത്ര കേസുകൾ ആ ദിവസം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, അങ്ങനെയുള്ള ആളുകളും വേണം, അങ്ങനെ ആളുകൾക്ക് വേണം. അദ്ദേഹത്തിൻ്റെ സകലമാന സ്വത്തുക്കളും അവിടെ ഇടുക്കിയിലുള്ളതെല്ലാം ഇങ്ങനെ ഇപ്പോൾ എന്താ പറയുന്നത്, കണ്ടുകെട്ടിയ അവസ്ഥയിലാണുള്ളത്, അറ്റാച്ച് ചെയ്ത അവസ്ഥയിലാണുള്ളത്. കേസ് അദ്ദേഹത്തെ ഇട്ട് പീഡിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹത്തെ ഭയക്കുന്നുണ്ട്. ഭയത്തിൻ്റെ അർത്ഥം എന്താ? തെറ്റ് ചെയ്തവർക്ക് പോരെ ഭയം, തെറ്റ് ചെയ്യാത്തവർക്ക് എന്തിനാ ഭയം? നിർഭയത്വം. ആ നിർഭയത്വം ഉള്ളതാ. നോക്കൂ, അമിത്ഷായെ ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ പേര് ജയിലിലിട്ടപ്പോൾ നിർഭയവാനായിട്ടാണ് അദ്ദേഹം പോയത്. ഒരു നെഞ്ചുവേദനയെ അഭിനയിച്ചില്ല, ആശുപത്രി പോകണമെന്ന് പറഞ്ഞില്ല, മയങ്ങി വീണോ. ഇതാണ് ധർമ്മധീരത എന്ന് പറയുന്നത്. കാരണം തെറ്റ് ചെയ്തിട്ടില്ല, ആ ധൈര്യത്തോടു കൂടി പോകാൻ പറ്റണം. ഇത് പേടിച്ച് ആ പുള്ളിക്കാരൻ്റെ വസ്തുവെല്ലാം കണ്ടുകെട്ടുക, അത് പുറമ്പോക്ക് ഭൂമിയാണെന്ന് പറയുക, പട്ടയമില്ലെന്ന് പറയുക, ഇതൊക്കെ കോപ്പിരാട്ടികളാണ്. അതെ, അതെ അതെ. ഭയം എന്തുകൊണ്ടാണ് വരുന്നത്? തെറ്റ് ചെയ്തിട്ടുള്ളവർക്കാണ് ഭയം. മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയത്തിൻ്റെ ആവശ്യമുണ്ട്. ഭയം കൂടി വരും. കനം കൂടി വരുന്നുണ്ട്. കനം കൂടി മടിയുടെ കനം അല്ലേ? അതെനിക്കറിയില്ല, കനം കുറയുവാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും ശരി, ഭയമുണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ പ്രകടനങ്ങൾ കൊണ്ട് വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്കും, അല്ലാതെ ബിരിയാണി കഴിക്കുന്നതായാലും അരിയാഹാരം കഴിക്കുന്നതായാലും ആളുകൾക്ക് മനസ്സിലാവും ഇതൊക്കെ, ഈ വെപ്രാളങ്ങളും അങ്കലാപ്പുകളും ഒക്കെ കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാം. ഈ ഹൈക്കോടതി വിധി ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നിൽക്കെ ഹൈക്കോടതി വിധി ഇനിയിപ്പോൾ കേസിനെ എത്രമാത്രം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്? ഒട്ടും സ്വാധീനിക്കില്ല. ഇത് തമ്മിലൊരു ബന്ധവുമില്ല. ഇവിടെ വിജിലൻസ് നടത്തുന്ന അവർക്ക് പ്രശ്നമല്ല. ഇതിനൊക്കെ അപ്പുറം എത്തിക്കഴിഞ്ഞൊരു സംഭവമാണ് ഇതൊക്കെ. ഇപ്പോൾ ഞാൻ നോക്കൂ, ഇവിടെ ടാറ്റയുടെ സ്ഥാപനം ഉണ്ടല്ലോ, എത്രയോ കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അവരിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെറുകിട വ്യവസായം, അതിനെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും ചിന്തകളുണ്ടാവുമോ? അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമാകും. ഇപ്പോൾ നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ്, അവരുടെ ഇപ്പോൾ ഉണ്ടല്ലോ സ്മാർട്ട് എന്ന് പറയുന്ന റീറ്റെയിൽ ചെയിൻ ഉണ്ടല്ലോ, അതിനടുത്ത് ഒരു പാവപ്പെട്ടവനൊരു പലചരക്കട വെച്ചാൽ അവർ ശ്രദ്ധിക്കുമോ എന്ന് പറയുന്ന പോലുള്ളൊരു വ്യത്യാസമുണ്ട്. ഇത് അങ്ങേയറ്റത്ത് പോയി കഴിഞ്ഞു, സുപ്രീം കോടതി വരെ പോയി കഴിഞ്ഞ കേസാണ്. ഇപ്പോൾ ഹൈക്കോടതിയാണ് ഇത് തള്ളിയിട്ടുള്ളത്. ഈ അങ്ങനെ വെച്ച് നോക്കിയാലും ഹൈക്കോടതിക്ക് മുകളിലുള്ള ഒരു എപെക്സ് കോർട്ടാണ്, പരമോന്നത കോടതിയാണ് ഇവിടെ. അവിടെ ഇതിൻ്റെ തീരുമാനം അവർ തള്ളിക്കളഞ്ഞിട്ടില്ല. അവരുടെ കയ്യിൽ കേസിരിക്കുക. SFIയുടെ അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ എല്ലാ കൺഫ്യൂഷനും മാറ്റിക്കൊണ്ട് പറയാം, SFIയുടെ കേസ് അവർ കൊടുത്ത കാര്യങ്ങൾ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല, അവരത് സ്വീകരിച്ചിരിക്കുകയാണ്.